زايد وراشد الوالدان المؤسسان لدولة الإمارات العربية المتحدة. ഷേഖ് റാഷിദും ഷേഖ് സായിദും പിന്നെ എല്ലാവർക്കും അറിയുന്ന ആളുകൾ തന്നെയാണ്, അറിയപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. യുഎയുടെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ്. ഷേഖ് സായിദ് എന്ന് പറയുന്നത് അബുൽ വത്തൻ, നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഷേഖ് സായിദ് അബുൽ വത്തൻ എന്ന് പറയുന്നത്. പിന്നെ ഷേഖ് റാഷിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു അബുൽ വത്തൻ കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഹാക്കിം ദുബൈ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ പിതാവ് കൂടിയായ ഷേഖ് റാഷിദ്. അപ്പൊ ഇപ്പോ നിങ്ങൾ റോട്ടിലായാലും സാലിക്കുമ്മലായാലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായാലും എയർപോർട്ടിൽ സീൽ ചെയ്ത് കൊടുക്കുന്നാലും ഈ രണ്ട് മഹാന്മാരെ കണ്ടിട്ടുണ്ടാവും. ഇവരുടെ സ്വപ്നത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ ഫലമായി കൊണ്ടാണ് അൽ ഇമാറാത്ത് എന്ന് പറയുന്ന ഒരു രാജ്യം, അതും യുണൈറ്റഡ് ആയിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ എമിറേറ്റുകൾ ചേർന്നുകൊണ്ട് അൽ ഇമാറാത്ത് എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം നിലവിൽ വരുന്നു. അപ്പൊ ഇവരെ ഒഴിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ ഒരു ചരിത്രവും പറയാൻ പറ്റില്ല. ഈ ഷിന്തക ഇവിടെ ഇങ്ങനെ ഷിന്തക മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഈ ഏരിയന്റെ ശരിക്കും ഇപ്പോഴുള്ള പ്രധാനം എന്താ? ഇത് ഇങ്ങനെ പൈതൃകമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ശരിക്കും. അത് ഷിന്തക എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ദുബൈയുടെ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ അൽ വസൽ എന്നാണ്. അൽ വസൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇപ്പൊ പിന്നെ ദേറ ദുബൈ ഉണ്ട്, ബർ ദുബൈ ഉണ്ട്. ദീറ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട മരുഭൂമിയിലെ ഒരു ഭാഗമാണ് ദീറ. പിന്നെ ബർ ദുബൈ എന്ന് പറഞ്ഞാൽ ദുബൈയുടെ ലാൻഡ് ഓഫ് ദുബൈ എന്ന് പറയും. അതെ, ലാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ദുബൈക്ക് അൽ വസൽ എന്നുള്ള പേര് വന്നത്. വെള്ളത്തിന്റെ ചുറ്റപ്പെട്ട പ്രദേശവും അതെ, രണ്ട് പിന്നെ കപ്പലുകൾ വരുമ്പോ എല്ലാന്നുണ്ടെങ്കിൽ തിജാറയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ആളുകൾ എന്തെന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് വസൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് വെട്ടുകിളികളൊക്കെ കുറെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ദുബൈനെ ദിബ എന്നുള്ളതിനെ തസ്വീർ ചെയ്തിട്ട് അതിൽ നിന്നാണ് ദുബൈയെ എന്ന് പറഞ്ഞത്. അറബികൾ പറയുമ്പോ ദുബൈ എന്ന് പറയില്ലേ, ദുബൈയ എന്നാണ് പറയുന്നത്, മറാത്തി ഡയലക്റ്റിൽ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഈ ഷിന്തക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഷേഖ് റാഷിദിന്റെ ഒക്കെ വിഭാവനം കൊണ്ടുണ്ടായ ഒരു സ്ഥലമാണ്. പിന്നെ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷേഖ് പിന്നെ ആൽ മക്തൂം റെസിഡൻസി വരുന്നത്. അതായത് ഇവരുടെ പഴയ വീടാണ്. അതെ, പഴയ വീട്, കുടുംബത്തിന്റെ ഫാമിലിയുടെ വീട് വരുന്നത്. അവരായിരുന്നു ഷേഖ് റാഷിദ്. അവരുടെ വല്ലുപ്പ ഇവിടെ നമ്മുടെ പള്ളിയിൽ ഇമാമായിട്ടുള്ളത് കുറെ വർഷമായിട്ട് കായക്കോട് ഇബ്രാഹിം മുസ്ലിയാർ. പിന്നെ അപ്പൊ അവര് പറയുന്നേക്കാം, പിന്നെ അവരുടെ വല്ലുപ്പൊക്കെ ഉള്ള കാലത്ത് ഷേഖ് റാഷിദിന്റെ വല്ലുപ്പ അവരൊക്കെ ഉള്ള കാലത്തൊക്കെ അവര് വന്നിട്ട് ആളുകൾ ഉളു കൊടുക്കുമ്പോ അവർക്ക് വേണ്ടിട്ട് വെള്ളം കോരി കൊടുക്കുന്ന ഷേഖന്മാര് തന്നെയാന്ന് പറയുന്നത്. ആ ഒരു കാലത്ത് നിന്നാണ് ഇപ്പോഴത്തെ ഒരു കാലത്തേക്കുള്ള ഭയങ്കരമായ ഒരു വളർച്ചയിലേക്ക് മാറിയിട്ടുള്ളത്. ദുബൈയിലേക്കുള്ള ഒരു വളർച്ച അല്ലേ. ദുബൈ വളരണമെങ്കിൽ കൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സംസ്കാരത്തിനെയും ആ തിറാസ് വഖാഫി എന്ന് പറയുന്ന ഇതിനൊക്കെ പൈതൃകത്തെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, അത് വലിയൊരു കാര്യം. ഞങ്ങള് അവിടുന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോഴും കാണുന്നത് നമ്മുടെ അവിടെയും ഈ ഫോർട്ട് കൊച്ചി ഭാഗത്ത് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചെറിയ സ്പേസിലേക്ക് ആണ്. പക്ഷെ ഇവിടെ അത്രയും വലിയൊരു ഏരിയനെ അത് ഇത്രയും വൃത്തിയോടെ ഇത്രയും നീറ്റായിട്ട് ആ പഴയതൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചൊരു സ്പേസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിൻ്റെ ഒരു ചെലവും എക്സ്പെൻസും ഉണ്ടല്ലോ വലിയ രീതിയിൽ. അടുത്ത് നല്ല പാർക്ക് ഉണ്ട്, നമുക്ക് ഷാർജയിലേക്ക് വരാൻ പോകാൻ പറ്റിയ ഫെറി സർവീസ് ഉണ്ട്, ഇവിടെ ബാങ്ക് ഉണ്ട്, കുറെ കച്ചവട സ്ഥലങ്ങളുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വാണിജ്യപരമായിട്ടും പിന്നെ സാംസ്കാരികപരമായിട്ടും എല്ലാം കൊണ്ടും ഒരു മുന്നിട്ട് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ നിർത്തിയിട്ടുള്ള സ്ഥലം കൂടിയാണ്. അപ്പൊ ഇനി ഊദ് മ്യൂസിയം വരുന്നുണ്ട്, അതേപോലെ ഷേഖ് മുഹമ്മദ് ജനിച്ച വീട് പലതും വരുന്നുണ്ട്. നമുക്ക് കാണാം, ഒരുപാട് കാണാനുണ്ട്. ഊദിന്റെ ഈ അഗർവുഡ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഊദിന് പ്രായം കൂടുന്തോറും ഊദിന്റെ വിലയും കൂടുന്നുള്ളതാണ്. ഊത് മരത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. ഇത് പിന്നെ വിത്ത് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഇത്ര ടൈമിനുള്ളിൽ നട്ടിരിക്കണം, അല്ലെങ്കിൽ അഗർവുഡ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നേക്കാം. അതെ, അതൊരു കാലങ്ങള് എടുത്തിട്ടാണ് ഈ ഊതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക രീതിയിൽ, ഇപ്പൊ ട്രഡീഷണൽ രീതിയാണ്. ആധുനിക രീതിയിൽ അതിന്റെ മാറ്റിയെടുക്കണം ചെയ്യാം. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഫംഗസ് ഉണ്ടല്ലോ, ഈ മുളയിലും ആണിയിലൊക്കെ ഫംഗസ് അടിച്ചിട്ട് അത് മരത്തുമ്പല് അവരുടെ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും,
മരത്തിന്റെ ശരീരത്തിലേക്ക് കടത്തിവിടണം. അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ ശരീരം പുറപ്പെടുവിക്കും, അങ്ങനെ അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കിളികൾ വന്ന് കൊത്തിന് പകരം ആ കിളികൾ ഒന്നാമത് വംശനാശമൊക്കെ ഇവിടെയൊക്കെ നല്ല കുറെ കിളികളൊക്കെ കാണുന്നുണ്ട് നമ്മള്. അപ്പൊ ഈ കിളികളൊക്കെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലും ഒരു ഇതൊക്കെ കൃഷിയുണ്ട്, ഇതിന്റെ കൃഷി. പിന്നെ വളരെ വില പിടിച്ചൊരു കാര്യമാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം ഊദ് ഇത്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിർബന്ധിത വസ്തു. അറബികൾ പോയി നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറുണ്ട് പിന്നെ നാവ് പൊന്നാവട്ടെ എന്ന് പറയും, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അറബികൾ പറയാറുണ്ട് അത്തറല്ലാ ലിസാനക് എന്ന് പറയും, അത്തറല്ലാ ലിസാനക് ഗൽബക് എന്നൊക്കെ പറയും, നിങ്ങളെ നാവ് അള്ളാഹു സുഗന്ധം ഉള്ളതാക്കട്ടെ. അപ്പൊ ഊതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ്. ഇമറാത്തി ഒരു കസീദ, ഇമറാത്തി കവിതയിൽ യുഎയുടെ ഒരു ട്രഡീഷണൽ കവിതയിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് കുറെ കാലമായിട്ട് കാണാതെ പോയ ഒരു കൂട്ടുകാരൻ്റെ പെർഫ്യൂമിന്റെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പറയാണ് വടക്കൻ കാറ്റ്, നമ്മളെ ലിംഗോളി പറഞ്ഞ പോലെ ഒരു വടക്കൻ കാറ്റിൽ ഇങ്ങനെ സ്മെല്ല് പിന്നെ ഫ്രാഗ്രൻസ് വരുമ്പോ പറയാണ് ഇതെന്റെ കാണാതെ പോയ കൂട്ടുകാരന്റെ ഇത്തറിന്റെ സുഗന്ധമാണല്ലോ എന്ന് പറയാണ്. ശരിക്കും ആളുകളുടെ ഐഡന്റിറ്റി കൂടിയാണ്. അതെ. പിന്നെ ഇതിൽ ഹബൂബ ഷിമാൽ വടക്കൻ കാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ വടക്കൻ കാറ്റ് എന്ന് പറഞ്ഞാൽ യുഎയിൽ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ മരുഭൂമി കൂടിയുള്ള ജീവിതം, പിന്നെ കപ്പലിൽ യാത്രവും. അപ്പൊ ഈ വടക്കൻ കാറ്റ് രാവിലെ സമയത്തിന് അടിച്ച് വീശുന്ന ഒരു കാറ്റാണ്. ഇപ്പൊ മദീനയിൽ വീശുന്ന കാറ്റിനെ പറയുന്നതാണ് റീഹുസ്സബ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ഹുബൂബ ഷിമാലിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്, രാത്രി എവിടെയെങ്കിലും കിടന്നുറങ്ങി, രാവിലെ എനിക്ക് വടക്ക് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ദിശ അറിയില്ലെങ്കിൽ സാധാരണ ഫാൽക്കൺ ഉപയോഗിക്കും, നക്ഷത്രം നോക്കും, അല്ലെങ്കിൽ അതിന്റെ കോമ്പസ് ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ഈ വടക്കൻ കാറ്റ് വീശുന്ന സമയത്ത് ഇവരെന്തെന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ നിന്ന് മണലെടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. മണൽ പറക്കുമല്ലോ, അപ്പൊ അത് വടക്ക് ഭാഗത്തേക്ക്, അത് വടക്കണെങ്കിൽ ഇതൊക്കെ ഇത് കിഴക്ക് പടിഞ്ഞാറിനുള്ള ദിശ കിട്ടാൻ വേണ്ടിയിട്ടും ഈ കാറ്റുകൾ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ പെയ്യുന്ന മഴക്കൊരു പേരുണ്ട്. പിന്നെ കൃഷി തുടങ്ങുമ്പോൾ ഇതിനുണ്ട്. ഇപ്പൊ നക്ഷത്രങ്ങൾക്ക് സുറയ്യ എന്ന് പറഞ്ഞ നക്ഷത്രം ഉണ്ട്. സുറയ്യ നക്ഷത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. കമല സുരയ്യ എന്ന് പറയുന്നത് ശരിക്കും സുറയ്യ എന്നാണ് ആ വേടിന്റെ അർത്ഥം. ഇവിടെ അതുപോലെ സുഹൈൽ നക്ഷത്രത്തെ കുറിച്ചല്ലേ? സുഹൈൽ ചൂട് മാറി തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരുന്നതാണ് സുഹൈൽ നക്ഷത്രം. എനിക്ക് സുഹൈൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എളുപ്പമുള്ളതെന്നാണ്. സഹൽ എന്നുള്ളതിന്റെ തസ്ഗീർ എന്ന് പറയും അറബിയിൽ, അതിനെ ചെറുതാക്കിയിട്ടുള്ള രൂപമാണ് സുഹൈൽ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം അതൊരു അതുകൊണ്ട് തന്നെ അറബികൾ എന്തെന്ന് പറഞ്ഞാൽ ഈ സുറയ്യ എന്ന് പറഞ്ഞ പേര് സുഹൈൽ എന്നൊക്കെ മക്കൾക്ക് ഇടുമായിരുന്നു. ബദ്രുദ്ധത്തിൽ പങ്കെടുത്ത കുറെ ആളുകളുടെ സുഹൈൽ എന്ന് നമുക്ക് കാണാം. അപ്പൊ അതായത് അറബികൾ അവരുടെ ജീവിതമായിട്ട് പിന്നെ അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ടും പ്രകൃതിയുമായിട്ടും അവരുടെ ആ സംസ്കാരത്തിലെ ആ പേരുകളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പൊ ഇതിൽ ഇനി നമ്മൾ പോകുന്നത് ഈ യാത്രകളൊക്കെ കണ്ട് ഇതിന്റെ സൈഡിൽ കൂടി നമ്മൾ ഇതാണ് ബൈത്ത് ഷഹർ പോയട്രി, ഹൗസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ബൈത്ത് ഷഹർ ഉണ്ടോ അവിടെ? അതുപോലെ മർക്കസ് വസായിഖ് താരിഖി ഉണ്ട്, ഹിസ്റ്റോറിക് പിന്നെ ഡോക്യുമെന്റ്, അതായത് യുഎ ഉണ്ടാക്കിയപ്പോൾ ഉള്ള പിന്നെ കുറെ കരാറുകൾ കാര്യങ്ങൾ അതിന്റെ വസായിക്കുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അതിനുള്ളിൽ നമുക്ക് എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഡോക്യുമെന്റ് ആയതുകൊണ്ട് ബൈത്ത് ഷഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൗസ് ഓഫ് പോയട്രി. ഇവിടെ കുറെ ഷുറാക്കൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഷിന്തക ഈ ബർദുബൈ എന്ന് പറയുന്നത്. എന്തിനേറെ നമ്മളെ ഹാക്കിം ദുബൈയുടെ പിന്നെ ഭരണാധികാരി തന്നെ നല്ലൊരു കവിയാണ്. അദ്ദേഹത്തിന്റെ കുതിരകളെ കുറിച്ചിട്ടുള്ള കവിത, അതുപോലെ ഇനി അടുത്ത ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ, ആ ഷെയ്ഖ് ഹംദാന്റെ പിന്നെ ഫസ എന്ന് പറയുന്ന അദ്ദേഹവും നല്ലൊരു കവിയാണ്. അതുപോലെ ഈ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ഒരുപാട് ഷെയ്ഖ് സായിദ് ഉണ്ട്. ഷെയ്ഖ് സായിദിന്റെ കവിതാ സമാഹാരങ്ങൾ തന്നെ ഉണ്ട്, ഒരുപാട് പുസ്തകം. ഞാനിപ്പോൾ അവിടെ ഈ ഷാർജ ബുക്ക് ഫെയറിന് പോയ സമയത്ത് മലയാളത്തിലേക്ക് വരെ തർജ്ജമ ചെയ്ത് അദ്ദേഹത്തിന് കുറെ നാടകങ്ങളുടെ ഇതുവരെ കാണും. അതെ, അദ്ദേഹത്തിന് നാടകം ഇവിടെ നടക്കാറുണ്ട് മരുഭൂമിയിൽ. ആ പഴയൊരു രീതിയിൽ അറബികൾ കണ്ടിരുന്ന രൂപത്തിൽ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഈ കവിതയ്ക്ക് ഇതുണ്ട്, അതിനുവേണ്ടി ബൈത്ത് ഷെയർ എന്ന് പറയുന്നത്. ഷെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും കവിത എന്നുള്ള അർത്ഥത്തിലാണ്. ഹൗസ് ഓഫ് പോയട്രി. ഇനി വളരെ യുഎയുടെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ ഒരു പ്രദേശത്ത് തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് ബൈത്ത് അല്ലെങ്കിൽ ദാർ ആൽ മക്തൂം എന്ന് പറയുന്നത്. അതായത് ആൽ മക്തൂം റെസിഡൻസി. ആൽ മക്തൂം എല്ലാവർക്കും അറിയാം. യുഎയുടെ പിന്നെ ഹിസ്റ്ററിയിൽ ഇപ്പോൾ ആൽ നഹിയാനും ആൽ മക്തൂം വളരെ അറിയപ്പെട്ട രണ്ട് ഫാമിലികളാണ്. ഒന്ന് അബുദാബിയിലെ റോയൽ ഫാമിലി, ഒന്ന് ദുബൈയിലെ. അപ്പൊ ഇവര് ഇതിന്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലമുണ്ട് ബനിയാസ്. നമ്മൾ ബനിയാസ് എന്ന് പറയും, അത് ശരിക്കും ബനിയാസ് എന്ന് പറഞ്ഞാൽ യാസ് കുടുംബമാണ്. ഷെയ്ഖ് ഷഹ്ബൂത്ത് ഇവിടെ വന്നിട്ട് താമസിക്കുമ്പോൾ ആ യാസ് കുടുംബത്തിന്റെ രണ്ട് ഉപഗോത്രങ്ങളാണ് ആൽ മക്തൂമും ആൽ നഹിയാനും.
അപ്പോൾ അതിൽ ആൽ മക്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഉപ്പമാരും അവരുടെ പിതാമഹന്മാരൊക്കെ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ആ വീടാണിത് റെസിഡൻസ്. ഓക്കെ, യു എയിലൊക്കെ താമസിക്കുന്നവർ എപ്പോഴെങ്കിലൊക്കെ അല്ലേ പലപ്പോഴായിട്ട് ഇവിടെ വരുന്നവരധികം ജോലിക്കൊക്കെ വരുന്നവരാണെങ്കിൽ പോലും കൂടുതൽ അവർ കറങ്ങാനൊക്കെ സമയം എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഹുബൈബ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്. മെട്രോ ആക്സസ് ഉണ്ട്, ബസ് ഉണ്ട്. ഇവിടെ നിന്നാണ് അബുദാബിക്കൊക്കെ, അബുദാബി എന്ന് പറഞ്ഞവർക്കും വരാം. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് 24 മണിക്കൂർ. ഷാർജയ്ക്ക് മാത്രമല്ല, നമുക്ക് ബേറ ദുബൈയും ബർ ദുബൈക്കും അപ്പുറത്തേക്കും 24 മണിക്കൂർ സർവീസ്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു അവധി സമയമൊക്കെ കിട്ടുമ്പോൾ നിർബന്ധമായും വന്നിരിക്കേണ്ട സ്ഥലമാണ്. കാരണം ഒരു ദിറത്തിന് ഇപ്പുറത്തേക്ക് കടക്കാം, ബനിയാസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഗോൾഡ് സൂക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ ഒരു ദിറത്തിന് ഇപ്പുറത്തേക്ക് കടക്കാം. ഈ ഒരു പൈതൃക, കാരണം നമ്മൾ ജീവിക്കുന്ന രാജ്യം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കൽ വളരെ പ്രധാനം. ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷേ നമ്മൾ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ജീവിക്കുന്ന യു എൻ്റെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഇവിടുത്തെ ഈ മാളുകളിലൊക്കെ ചിലവഴിക്കുന്ന പോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഈവനിങ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം കാഴ്ചയും വളരെ മനോഹരമായിട്ടുള്ള. അതുപോലെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള രീതി ഉണ്ടല്ലോ, മരപ്പലക ഇതൊക്കെ വെച്ചിട്ടുള്ള മരുഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വീടെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മൈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മളെ ഷെയ്ഖ് മുഹമ്മദിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ സ്റ്റോറി, ഖിസ്സത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഖിസ്സത്തിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ലണ്ടനിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതേപോലെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ ഞങ്ങൾ ചൂടുണ്ടാകുന്ന സമയത്തുണ്ടല്ലോ, പണ്ട് എ സി ഒന്നും കണ്ടുപിടിക്കാത്ത സമയത്ത് അവർ മേലെയാണ് കിടന്നുറങ്ങാം ചൂടുള്ള സമയത്ത്, പട്ടുപ്പാവിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ ലണ്ടനിലേക്ക് ഷെയ്ഖ് മുഹമ്മദ് പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ ഉമ്മ ഷെയ്ഖ് ലത്തീഫ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇവിടുത്തെ പോലെയല്ല, അവിടെ മട്ടുപ്പാവിലൊന്നും ഉറങ്ങുന്ന രീതിയില്ല, മകനെ പഠിപ്പിക്കുകയാണ്. ഉമ്മാനെ കുറിച്ചിട്ട് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗത്ത് അദ്ദേഹം ഈ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പം അതിലിവിടെ കണ്ടോ, തിബ് അഷാബി അഥവാ ട്രഡീഷണൽ ഹെൽത്ത് കെയർ. തിബ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആണ്, ഷാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ, അതുപോലെ പിന്നെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ. ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഉമ്മ ഈ ഒരു കലയിലും കൂടെ വളരെ എന്തായിരുന്നു, കഴിവുള്ളൊരു സ്ത്രീയായിരുന്നു. അവർ പിന്നെ നാട്ടിലാർക്കെങ്കിലും സുഖമില്ലാതെ കഴിഞ്ഞാൽ അവരുടെ ഷെയ്ഖ ലത്തീഫൻ്റെ അടുത്തേക്കാണ് വരിക. അത് പിന്നെ അവർ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ കുറേ ഭക്ഷണം കൂടുതലുണ്ടാക്കും, എല്ലാവർക്കും കൊടുക്കും. വളരെ ജനറസ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു റോയൽ ഫാമിലി ആണെങ്കിൽ കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ മറ്റുള്ളവർക്ക് സേവനം ചെയ്യേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു മാതൃക കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യു എയുടെ റോയൽ ഫാമിലി, ദുബൈയുടെ റോയൽ ഫാമിലി താമസിച്ച ഷിന്തഗയുടെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഞങ്ങൾ അടുത്ത എപ്പിസോഡിലും മറ്റു അടുത്ത ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതല്ലേ.